സുഹൃത്തുക്കളെ, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധികളിലെ പുനർപരിശോധനാ ഹർജികളിൽ ഏപ്രിൽ 7 മുതൽ സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കുകയാണ്. കക്ഷികൾക്ക് മാർച്ച് 14 മുമ്പായി നിലപാട് അറിയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശബരിമല വിധിയിലാണ് ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചതെങ്കിലും ഈ ബെഞ്ചിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ ശബരിമലയെക്കുറിച്ച് നേരിട്ട് പരാമർശമില്ല. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കോടതി പരിഗണിക്കുക. 7 നിയമപ്രശ്നങ്ങളാണ് ബെഞ്ചിന് മുന്നിലുള്ളത്. ശബരിമല കൂടാതെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശന അനുമതി നൽകുന്നത്, ഷിയ മുസ്ലിങ്ങളുടെ ദാവൂദി ബോറ സമുദായത്തിലെ പെൺകുട്ടികളുടെ ചേലാകർമ്മം നിരോധിക്കണമെന്ന ആവശ്യം, മറ്റു മതങ്ങളിലുള്ളവരെ വിവാഹം ചെയ്ത പാഴ്സി സ്ത്രീകളെ ക്ഷേത്രങ്ങളിൽ വിലക്കുന്ന വിഷയം തുടങ്ങിയ കേസുകളിലെ മതസ്വാതന്ത്ര്യം, വ്യക്തിസ്വാതന്ത്ര്യം തുടങ്ങിയവയും ബെഞ്ച് പരിശോധിക്കുന്നുണ്ട്. പരിഗണനാ വിഷയങ്ങൾ: 1. ഭരണഘടനയുടെ 25-ാം അനുച്ഛേദത്തിന് കീഴിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൻ്റെ സാധ്യതയും പരിധിയും. 2. 25-ാം അനുച്ഛേദ പ്രകാരം വ്യക്തികളുടെ അവകാശത്തിനും 26-ാം അനുച്ഛേദ പ്രകാരം പ്രത്യേക വിശ്വാസി സമൂഹത്തിൻ്റെ അവകാശത്തിനും ഇടയിലുള്ള പരസ്പര ബന്ധമെന്താണ്. 3. 26-ാം അനുച്ഛേദ പ്രകാരം വിശ്വാസി സമൂഹത്തിൻ്റെ അവകാശങ്ങൾ പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം എന്നിവയ്ക്ക് പുറമെ ഭരണഘടനയുടെ 3-ാം പാർട്ടിലെ മറ്റു വകുപ്പുകൾക്ക് വിധേയമാണോ. 4. 25-26 അനുച്ഛേദത്തിന് കീഴിലെ ധാർമ്മികത എന്ന വാക്കിൻ്റെ സാധ്യത, പരിധി എന്നിവ എന്താണ്? ഭരണഘടനാ ധാർമ്മികത അതിൽ ഉൾപ്പെടുമോ? 5. 25-ാം അനുച്ഛേദ പ്രകാരമുള്ള മതാചാരങ്ങൾ കോടതികൾക്ക് പരിശോധിക്കുന്നതിൽ പരിമിതിയുണ്ടോ? 6. ഭരണഘടനയുടെ 25(2)(b)യിൽ പറയുന്ന ഹിന്ദുക്കളുടെ വിഭാഗങ്ങൾ എന്നതിൻ്റെ വിശദീകരണം. 7. മതാചാരങ്ങൾ അതാത് മതങ്ങൾക്ക് പുറത്തുള്ളവർ പൊതു താൽപ്പര്യ ഹർജിയിലൂടെ ചോദ്യം ചെയ്താൽ അംഗീകരിക്കാനാവുമോ? മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാലാണ് ശബരിമല വിധിക്കെതിരായ പുനഃപരിശോധന ഹർജികൾ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടാൻ സുപ്രീം കോടതി തീരുമാനിച്ചത്. അതേസമയം പരിഗണനാ വിഷയങ്ങൾ വിശാലമായതിനാൽ സമാനമായ കേസുകൾ കൂടി ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യമായതിനാലാണ് ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നതിൽ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഏറി നിൽക്കുന്നത്.